നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ PSC ഇംഗ്ലീഷ് സെക്ഷനിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, കാരണം ഇനിയും വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും ഇത് പഠിച്ചിരിക്കണം. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് റൈസിംഗ് എയർ ടെമ്പറേച്ചർ ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. ഈ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഫിൽ ദ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ബ്ലാങ്കിൽ നമ്മൾ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണോ അത് നമ്മൾ ഫിൽ ചെയ്യണം. അപ്പൊ എന്താണ് റൈസിംഗ് എയർ ടെമ്പറേച്ചർ ഡാഷ് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് അവർ ഓഷ്യൻസ്. അപ്പോ ഇതിന്റെ ഓപ്ഷൻസിൽ ഏറ്റവും കറക്റ്റ് ആയിട്ട് വരുന്നത് ഏതായിരിക്കും? അഫക്റ്റ് ആണ് അല്ലെ. കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് നമ്മുടെ ഓഷ്യൻസിനെ, അതിന്റെ ഓഷ്യൻസിന്റെ ഫിസിക്കൽ നേച്ചറിനെ അഫക്റ്റ് അല്ലെങ്കിൽ ബാധിക്കും എന്നുള്ള ഒരു സെന്റൻസ് ആണിത്. അപ്പൊ അഫക്റ്റ് ആണ് വരുന്നത് ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സിനോണിം ഫോർ വെനറേറ്റ്. സിനോണിം എന്താണ്? സെയിം ആയിട്ടുള്ള മീനിങ് വരുന്ന വേർഡ്സിനെയാണ് സിനോണിംസ് എന്ന് പറയുന്നത്. ആന്റോണിം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് വരുന്ന വേർഡ്സിനെയാണ് ആന്റോണിം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സിനോണിം ആണ് വന്നിരിക്കുന്നത്. വെനറേറ്റ് ആണ് അടുത്ത വേർഡ്. അപ്പൊ വെനറേറ്റിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു ആരാധന, ബഹുമാനം, അങ്ങനത്തെ ഒരു മീനിങ് വരുന്ന വേർഡാണ് വെനറേറ്റ്. അപ്പൊ ഈ ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും? റെസ്പെക്ട് ആണ് അല്ലെ. ബാക്കിയൊക്കെ നെഗറ്റീവ് മീനിങ് വരുന്ന ഒരു വേർഡാണ്, പക്ഷെ റെസ്പെക്ട് ഒരു പോസിറ്റീവ് ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ വെനറേറ്റിന്റെ സിനോണിം റെസ്പെക്ട് ആണ്. അടുത്തത് നേരത്തെ പറഞ്ഞ ആന്റോണിം, അതായത് ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ്സിനാണ് ആന്റോണിം എന്ന് പറയുന്നത്. ഇവിടുത്തെ വേർഡ് ഇമാസിയേഷൻ. ഇമാസിയേഷൻ. ഓക്കെ. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്ന് ഏതാണ് ഇതിന്റെ ആന്റോണിം എന്ന് കണ്ടുപിടിക്കണം. ഇത് നിങ്ങളുടെ ഒരു ടാസ്ക് ആണ്, നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.